ഹലോ. അപ്പോൾ ഇത് ഒരുപാട് കാലത്തൊരാഗ്രഹം ഇന്ന് നടക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഞങ്ങൾ 6 പേരും കൂടെ കുറേയായി ഗുരുവായൂരേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നിത് ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂരേക്ക് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് വേറൊരു സ്ഥലത്തേക്കായിരുന്നെങ്കിലും അവസാനം ഇത് കറങ്ങി തിരിഞ്ഞ് ഗുരുവായൂരേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇത് കണ്ണനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2:30 ഫുഡൊക്കെ കഴിച്ച് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂറത്തെ യാത്രയുണ്ട് ഗുരുവായൂരേക്ക്. അപ്പം ഇപ്പോൾ 2:30 ഇറങ്ങിയതിന് ശേഷം 7 മണിയാകും ഞങ്ങൾ അവിടെ എത്താൻ നേരത്ത്. അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങളിതേ ഉള്ളിലേക്ക് കയറാനുള്ള പാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കുട്ടികളെയും കൊണ്ട് ടാസ്ക്കാണ് കേട്ടോ ഉള്ളിലേക്ക് ക്യൂ നിന്ന് കയറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പാസ്സൊക്കെ എടുത്ത് വെച്ചു. ഞങ്ങൾക്ക് 6 പേർക്കും കിട്ടി കേട്ടോ. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് ഉള്ളിലേക്ക് കയറണമെന്നുണ്ടായിരുന്നു പറഞ്ഞത്. പിന്നെ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മാത്രമല്ല മണ്ഡലകാലമായതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അതൊക്കെ കൊണ്ടായിരുന്നു ഞങ്ങൾ പാസ് എടുക്കാൻ കാരണം. അപ്പോൾ നേരെ ഇനി റൂമിലേക്ക് പോകണം. റൂമിന് വേണ്ടിയിട്ട് കുറേ നേരം ഞങ്ങൾ അറിയുന്നത്, ഏകദേശം എല്ലാം ഫുള്ളാണ്. അവസാനം അങ്ങനെ ഞങ്ങൾക്കൊരു റൂം പോയിട്ട്, ഞങ്ങൾ ഒരു റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ലഗേജും കാര്യങ്ങളും എടുത്ത് വേഗം റൂമിലേക്ക് പോയി. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് വേണം കേട്ടോ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി. അപ്പം ഞങ്ങൾ എത്തിയ വഴുതി ഞാനും ആമയും കൂടെ മക്കൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് അവരത് റെഡിയാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റെഡിയാകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അവരെ സെറ്റാക്കി. പിന്നെ ഇത് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫ്രഷായി. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാസ് തരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 മണിയാകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ എത്തണം എന്നൊക്കെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രഷപ്പ് ആകുമ്പോഴത്തേക്കൊക്കെ ഏകദേശം ലേറ്റ് ആയിപ്പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ, അതായത് ഗുരുവായൂർ എത്തിയ സമയത്ത് തന്നെ കണ്ട് ഞങ്ങൾ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റൂം കിട്ടാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് 8 മണി ആയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോരാ, എനിക്ക് അമ്പലത്തിൽ ഞങ്ങൾ ഫോണൊക്കെ വെച്ചായിരുന്നു. ഫോൺ വെച്ചിരുന്ന സമയത്ത് വാച്ച് വെക്കാൻ മറന്നുപോയി. അപ്പോൾ വീണ്ടും തിരിച്ചു പോയി വാച്ചൊക്കെ വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞങ്ങളെ പരീക്ഷിച്ചെങ്കിലും ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറി ദർശനം കിട്ടി, കണ്ണനെ നല്ല രീതിക്ക് കാണാൻ പറ്റി, തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ വീഡിയോസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ അവിടെ ഇവിടെയുള്ള ഷോപ്പിലൊക്കെ നോക്കി. പക്ഷെ ഒന്നും ചെയ്തില്ല, ഷോപ്പ് ചെയ്തില്ല. ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഹോട്ടലിൽ പോയി ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയത് കേട്ടോ. അങ്ങനെ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇന്ന് ഗുരുവായൂർ സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗുരുവായൂർ സ്റ്റേ ചെയ്ത് നാളെ ഇവിടുന്ന് നേരെ പാലക്കാട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ